കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ CPM-ലെ സൗമ്യ അനിലിനെ നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിലായിരുന്നു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ കൌൺസിലിലെ ഉപാധ്യക്ഷയും CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ സൗമ്യ അനിലൻ കുന്നംകുളം നഗരസഭയെ നയിക്കും. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സൗമ്യയ്ക്ക് 18 വോട്ടും UDF-ലെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി മിഷ സെബാസ്റ്റ്യന് 10 വോട്ടും BJP-യിലെ ഗീതാ ശശിക്ക് 7 വോട്ടും ലഭിച്ചു. 4 അംഗങ്ങളുള്ള RMP യോഗത്തിനെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. CPM-ലെ സൗമ്യ അനിലിനെ കൌൺസിലിലെ മുതിർന്ന അംഗം പുഷ്പ ജോൺ നാമനിർദ്ദേശം ചെയ്യുകയും OG ബാജി പിന്താങ്ങുകയും ചെയ്തു. UDF-ലെ മിഷ സെബാസ്റ്റ്യനെ ലബീബ് ഹസൻ നാമനിർദ്ദേശം ചെയ്യുകയും സോണി ഷാജി പിന്താങ്ങുകയും ചെയ്തപ്പോൾ BJP-യിലെ ഗീതാ ശശിയെ രേഷ്മ സുനിൽ നാമനിർദ്ദേശം ചെയ്തു. അധിൻ മൂത്താട്ട പിന്താങ്ങി. കുന്നംകുളം നഗരസഭ 4-ാം വാർഡ് കിഴൂർ നോർത്തിൽ നിന്ന് 284 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സൗമ്യ ഇക്കുറി വിജയിച്ചത്. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര രാമാനുജൻ വരണാധികാരിയായി. CPM-ന്റെയും പോഷക സംഘടനകളുടെയും നഗരസഭാ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഹാരമണിയിച്ചും പൂച്ചെണ്ട് നൽകിയും പുതിയ ചെയർപേഴ്സണെ അനുമോദിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിൽ കൌൺസിൽ അംഗങ്ങൾ നഗരസഭാധ്യക്ഷയ്ക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുന്നംകുളത്തിന്റെ വികസന തുടർച്ചയ്ക്കായി നഗരസഭ ദിശാബോധമാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുമെന്ന് ചെയർപേഴ്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുന്നംകുളത്തെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നില്ല, ഇതൊരു തുടർച്ചയാണ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടായ പരിശ്രമത്തോടെ ഒട്ടേറെ വികസനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കൗൺസിലർമാരും, അതേപോലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും, അതോടൊപ്പം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സംഘടനയുണ്ട്, എല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളോടുമുള്ള വലിയൊരു സ്നേഹവും നന്ദിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.